ഞാനിപ്പോ ഒരു 6 years ആയി ജിം ഫിറ്റ്നസിലേക്ക് വന്നിട്ട് എൻ്റെ ഒരു മോട്ടിവേഷൻ എന്താന്ന് പറഞ്ഞാൽ ഒരു ഹാപ്പി സ്പേസിലേക്കാണ് പോകുന്നത്. ഒരു വേറൊരു കമ്മ്യൂണിറ്റിയാണ്. ഏറെക്കുറെ സാമ്യമുണ്ട് മോട്ടിവേഷനിൽ. അത് നീ കിട്ടുന്ന രീതി ഐ തിങ്ക് ജിമ്മും ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. ജിമ്മിൽ നമുക്ക് എക്വിപ്മെന്റ്സിന്റെ ആവശ്യമുണ്ട്. ഈ പറഞ്ഞ സ്ട്രെങ്ത് ട്രെയിനിങ് എല്ലാം ചെയ്യാം. വേറെ യോഗയിൽ ആക്ച്വലി സ്ട്രെങ്ത് ട്രെയിനിങ് ആയാലും മസിൽ ട്രെയിനിങ് ആയാലും എല്ലാം യോഗയിലും ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ അതിൽ ഞാൻ കണ്ടിട്ടുണ്ട് ബ്രിഡ്ജ് പോസ്, ബ്രിഡ്ജ് സ്ട്രെച്ചസ് എന്ന് പറയുന്നത്. അത് ആക്ച്വലി സേതുബന്ധാസന എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ പലതും യോഗയിലും ഇൻക്ലൂഡഡ് ആണ്. ഇപ്പൊ കാർഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ സൂര്യ നമസ്കാരം ഫാസ്റ്റ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കാർഡിയോ. ഓൺലൈൻ ഇപ്പൊ ഞാൻ പഠിച്ച സമയത്തായാലും പഠിപ്പിച്ച സമയത്തായാലും ഒക്കെ ഉള്ള ക്ലയൻസ് എന്ന് പറയാൻ പറ്റില്ല, ഫ്രണ്ട്സ് തന്നെയായി മാറി. യോഗ കുറെ കൂടി ഓൺലൈനായിട്ടും ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യാനും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനും ഈസിയാണെന്ന് തോന്നുന്നു. കാരണം വീട്ടിൽ തന്നെ ഇരുന്നാൽ മതിയല്ലോ. നമസ്കാരം, ഞാൻ കാർത്തിക ജ്യോതിഷ്, സർട്ടിഫൈഡ് യോഗ ഇൻസ്ട്രക്ടറാണ്. നമസ്കാരം, ഞാൻ രമ്യ കൃഷ്ണൻ, സർട്ടിഫൈഡ് ഫിറ്റ്നസ് കോച്ചാണ്. അപ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു എപ്പോഴും ഉണ്ടാവുന്ന ഒരു സംശയമാണ് യോഗ വേഴ്സ് ജിം. അപ്പൊ നമ്മൾ ഇന്ന് അതിനെ പറ്റിയുള്ള ഒരു ഫ്രണ്ട്ലി ടോക്കിലേക്ക് കിടക്കുകയാണ്. തുടങ്ങാം മിസ്സേ? തുടങ്ങാം. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം ചോദിക്കാമേ, ഇപ്പൊ ജിം എന്ന് പറയുമ്പോ ഒരു വാക്കിൽ പറയുകയാണെങ്കിൽ വൈ ജിം? ജിം എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും ഫസ്റ്റില് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം ഫിറ്റ്നസ്. മിസ്സിന്റെ കാര്യത്തിലോ? യോഗ എന്ന് പറയുമ്പോൾ ഒരു വാക്കിൽ പറയുകയാണെങ്കിൽ ബാലൻസ് ആയിരിക്കും. എനിക്ക് കംപ്ലീറ്റ് ബാലൻസ് എന്നുള്ളത്. ഓക്കെ, നമ്മളുടെ മൈൻഡ്, ബോഡി, സ്പിരിറ്റ് എല്ലാം വരും. എല്ലാത്തിന്റെയും ബാലൻസ്. നമുക്കത് ഫിറ്റ്നസ് ആണ്. കംപ്ലീറ്റ്ലി മസിൽ ഫോക്കസ് വരും, വെയിറ്റ് ഗെയിൻ, വെയിറ്റ് ലോസ്, ഫാറ്റ് ലോസ്, അങ്ങനെ എല്ലാത്തിനും ഉള്ള ഒരു കാര്യമാണ് ഫിറ്റ്നസ്. അതിനാണ് ജിം. ഓക്കെ, പിന്നീട് ചോദിക്കുകയാണ് ജിമ്മിനെ കുറിച്ചെന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ ജിമ്മിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എന്താണ് ഒരു മോട്ടിവേഷൻ? അപ്പൊ രമ്യക്ക് ഓക്കെ ഞാനിപ്പോ ജിമ്മിൽ പോകുന്നു എന്നുള്ള റെഡി ആവുന്നതിന്റെ മോട്ടിവേഷൻ എന്താണ്? അല്ലെങ്കിൽ മോസ്റ്റ്ലി ആൾക്കാർക്ക് മോട്ടിവേഷൻ എന്താണെന്നുള്ളത്? ഞാനിപ്പോ ഒരു 6 years ആയി ജിം ഫിറ്റ്നസിലേക്ക് വന്നിട്ട്. അപ്പോൾ എൻ്റെ ഒരു മോട്ടിവേഷൻ എന്താന്ന് പറഞ്ഞാൽ നമ്മളൊരു ഹാപ്പി സ്പേസിലേക്കാണ് പോകുന്നത്. ജിം എന്ന് പറയുമ്പോൾ അത് ഒരു വേറൊരു കമ്മ്യൂണിറ്റിയാണ്. നമുക്ക് അവിടെ കുറെ അധികം ഫ്രണ്ട്സ് ഉണ്ട്. അതെല്ലാം നമ്മുടെ ആ ഒരു ഹാപ്പിനെസിന്റെ ഇന്റൻസിറ്റി കൂട്ടുന്ന കാര്യങ്ങളാണ്. അതിലൊക്കെ ഉപരി എൻ്റെ ഫിറ്റ്നസ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് അവിടെ നിന്ന് വെയിറ്റ് ട്രെയിനിങ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സ്ട്രെങ്ത് ട്രെയിനിങ് ഒരു വലിയ ഫാക്ടറാണ്. അതിൽ മസിൽ ഫോക്കസ് വരുന്നുണ്ട്, വെയിറ്റ് ലോസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 30+ തീർച്ചയായിട്ടും വെയിറ്റ് ട്രെയിനിങ് ചെയ്യണം. സ്ട്രെങ്ത് ട്രെയിനിങ് മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ബോഡിയുടെ ഫിറ്റ്നസ് നമ്മൾ തന്നെ കീപ്പ് ചെയ്യണം. അപ്പോൾ ആ ഒരു കാര്യത്തിലും ജിമ്മ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്ലോർ എക്സസൈസ് ആയിക്കോട്ടെ, നമുക്ക് മെഷീൻസ് അവൈലബിൾ ആണ്. എല്ലാത്തിനും നമുക്ക് ആ ഒരൊറ്റ സ്പേസിൽ നിന്ന് നമുക്ക് അവിടെ നിന്ന് എല്ലാം അവൈലബിൾ ആണ്. സോ ദാറ്റ്സ് യുവർ മോട്ടിവേഷൻ. മൈ മോട്ടിവേഷൻ. What about you? ഏറെക്കുറെ സാമ്യമുണ്ട് മോട്ടിവേഷനിൽ. പക്ഷെ അത് നമുക്ക് നീ കിട്ടുന്ന രീതി ഐ തിങ്ക് ജിമ്മും ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. ഐ തിങ്ക് ഇപ്പൊ നമ്മൾ പറയുകയാണെന്ന് വെച്ചാൽ ജിമ്മിൽ നമുക്ക് എക്വിപ്മെന്റ്സിന്റെ ആവശ്യമുണ്ട്. ഈ പറഞ്ഞ സ്ട്രെങ്ത് ട്രെയിനിങ് എല്ലാം ചെയ്യാൻ നമുക്ക് എക്വിപ്മെന്റ്സിന്റെ ആവശ്യമുണ്ട്, സ്പേസിന്റെ ആവശ്യമുണ്ട് അല്ലെ? വേറെ യോഗയിൽ ആക്ച്വലി കുറെ പേർക്ക് അറിയാത്തൊരു കാര്യമാണ് സ്ട്രെങ്ത് ട്രെയിനിങ് ആയാലും മസിൽ ട്രെയിനിങ് ആയാലും എല്ലാം യോഗയിലും ഇൻക്ലൂഡഡ് ആണ്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം നമ്മളുടെ കൈകളിൽ ഹാൻഡ് സ്റ്റാൻഡ് ഒക്കെ ചെയ്യാണ്. ഇനിയിപ്പോ അത്രയും വേണ്ട, ഈവൻ സൂര്യ നമസ്കാരത്തിൽ വരെ നമ്മളുടെ വെയിറ്റ് ഒരുപാട് നമ്മളുടെ കൈകളിലാണ് വരുന്നത്. പ്ലാങ്ക് പൊസിഷൻ, പ്ലാങ്കിലൊക്കെ വരുമ്പോ അതേപോലെ നമ്മൾ സ്ക്വാട്ട്സ് ചെയ്യും. സ്ക്വാട്ട്സിലായാലും നമ്മളുടെ ലെഗ് സ്ട്രെങ്തൻ ആവാണ് ചെയ്യുന്നത്. സ്ക്വാട്ട് ശരിക്കും യോഗയിലും ഉണ്ട്. ആക്ച്വലി അതും അതെ ഒരു പോയിന്റ് ആണ്. ഇപ്പൊ പ്ലാങ്ക് നമ്മൾ പറയണു, അതിന് യോഗയിലെ ആസനയാണത്. ഫലകാസൻ എന്ന് പറയും, അല്ലെങ്കിൽ കുംഭകാസൻ എന്ന് പറയും. ദാറ്റ് ഇസ് ഇൻ യോഗ. അതേപോലെ ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഫ്ലോർ എക്സസൈസസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് യൂട്യൂബിലേ ഉള്ളൂ വിവരം, ജിമ്മിന്റെ മോസ്റ്റ്ലി. അപ്പൊ അതിൽ ഞാൻ കണ്ടിട്ടുണ്ട് ബ്രിഡ്ജ് പോസ്, ബ്രിഡ്ജ് സ്ട്രെച്ചസ് എന്ന് പറയുന്നത്. അത് ആക്ച്വലി സേതുബന്ധാസന എന്ന് പറയുന്നത്. അതെ, അപ്പൊ അങ്ങനെ പലതും യോഗയിലും ഇൻക്ലൂഡഡ് ആണ്. ഇപ്പൊ കാർഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ സൂര്യ നമസ്കാരം ഫാസ്റ്റ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കാർഡിയോയിൽ ഉൾപ്പെട്ടു. അപ്പം ബേസിക്കലി നമുക്കൊരു മാറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതെല്ലാം
ഓർഗാനിക്കലി നമുക്ക് തന്നെ ചെയ്യാം എന്നുള്ളതാണ്. പിന്നെ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് ശരിക്കും മനസ്സിലാവും കേട്ടോ. അതായത് നമ്മളിപ്പം ക്ഷീണിച്ചായിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും വൺസ് നമ്മൾ ഒരു റൂമിൽ പോയി അല്ലാന്നുണ്ടെങ്കിൽ സ്ക്രീൻ തുറന്നു വെച്ച് കുറച്ച് പേരുടെ കൂടെ നമ്മള് സംസാരിക്കുക, അതേപോലെ ഇപ്പൊ എക്സസൈസ് ആയാലും പ്രത്യേകിച്ച് യോഗ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ടോക്സ് ആണ് നമ്മള്. അപ്പം ചെയ്യുമ്പോ ഇന്ററാക്ഷൻ ശരിക്കും കുറെ ബന്ധങ്ങള് ഈ ഹാപ്പിനെസ് ഫാക്ടർ അവിടെയും കിട്ടും. ഈവൻ ഓൺലൈൻ ഉണ്ട് കേട്ടോ, അത് ദാറ്റ് ഐ ഹാവ് എക്സ്പീരിയൻസ്ഡ്. ഓൺലൈൻ ആയാലും നമുക്ക് ആ കമ്മ്യൂണിറ്റി ഫീൽ വരും. ഓൺലൈൻ ഇപ്പൊ ഞാൻ പഠിച്ച സമയത്തായാലും പഠിപ്പിച്ച സമയത്തായാലും ഒക്കെ ഉള്ള ക്ലയൻസ് എന്ന് പറയാൻ പറ്റില്ല, ഫ്രണ്ട്സ് തന്നെയായി മാറി. യോഗ കുറെ കൂടി ഓൺലൈനായിട്ടും ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യാനും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനും ഈസിയാണെന്ന് തോന്നുന്നു. കാരണം വീട്ടിൽ തന്നെ ഇരുന്നാൽ മതിയല്ലോ, ട്രാൻസ്പോർട്ട് ഇല്ല, ട്രാൻസ്പോർട്ടിന്റെ ആവശ്യമില്ല, റൈറ്റ്. അപ്പം ഈ പറഞ്ഞ പോലെ എക്വിപ്മെന്റ്സിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ ശരിക്കും കണ്ടിട്ടുണ്ട് എൻ്റെ ക്ലാസ്സുകളിൽ ശരിക്കും ന്യൂ മദേഴ്സ് വരെ എനിക്ക് ഇഷ്ടമാണ് അവരെ സപ്പോർട്ട് ചെയ്യാൻ. കാരണം വി ഓൾ ഗോൺ ത്രൂ ഇറ്റ്. അതായത് ഇപ്പൊ ബേബി ഒക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഇട്ടിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ കെയർ ടേക്ക് ചെയ്യാതെ നമുക്ക് ജിമ്മിൽ പോകാന്ന് പറഞ്ഞാൽ അത് കഷ്ടമാണ് ആ സ്റ്റേജ് ഓഫ് ലൈഫില്. കുറച്ചുകൂടെ ആയി കഴിഞ്ഞ കുട്ടികളെയും കൊണ്ട് നമ്മൾ ജിമ്മില് വരുന്നവരുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള പേരൻസും ഉണ്ട്. കാരണം എക്സ്ക്യൂസസ് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലായിടത്തും എക്സ്ക്യൂസസ് വരും. ഇപ്പം നമ്മളൊക്കെ ജിമ്മിൽ പോകുമ്പോൾ കുട്ടികളെയും കൊണ്ടുവരുന്നവരുണ്ട്. കുട്ടികളും ഇത് കണ്ടു വളരുന്നത് തന്നെയാണ് നല്ലത്. കാരണം അവരും ഫിറ്റ്നസ്സിലേക്ക് അവർക്കും ഒരു മോട്ടിവേഷൻ വരികയാണ്. നമ്മുടെ പേരൻസ് ചെയ്യുന്നത് അവരും കണ്ടു വളരുന്നു. അപ്പൊ തീർച്ചയായിട്ടും കുട്ടികൾക്കും ആ ഒരു ഫിറ്റ്നസ്സിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടും. സോ അപ്പം പേരൻസിന് ചെയ്യുകയും ചെയ്യാം. കുട്ടികൾക്ക് അവരുടേതായ രീതിയിൽ ജിമ്മില് ബോൾസ് ഉണ്ട്, ഫിറ്റ്നസ് ബോൾസ് ഉണ്ട്, ചെറിയ 0.5 kg 1 kg ഡംബൽസ് ഉണ്ട്. അപ്പൊ അവർക്ക് അതൊക്കെ ഒരു അങ്ങനെ ജിമ്മിൽ നമുക്ക് അങ്ങനെയും ഒരു പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ ഓൺലൈൻ പോസിബിലിറ്റീസ് കുറവാണ്. ഓക്കെ. അപ്പൊ കുട്ടികളുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, കുട്ടികളുടെ കാര്യത്തില് ജിമ്മില് സ്കോപ്പ് ഉണ്ടോ? അതായത് കിഡ്സിന് ജിം ചെയ്യാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഏത് ഏജ് ആയിരിക്കും? മനസ്സിലായി. അതിപ്പോ നമ്മളിപ്പോ കുട്ടികളുടെ കേസിൽ പ്രിഫർ ചെയ്യുക, ജിമ്മ് പ്രിഫർ ചെയ്യുന്നത് മോസ്റ്റ്ലി ഒരു 18 തൊട്ടുള്ള കുട്ടികൾക്കാണ് നമ്മൾ പ്രിഫർ ചെയ്യുക. പണ്ടൊക്കെ അങ്ങനെ തന്നെ വരാറുള്ളൂ. പക്ഷെ ഇപ്പൊ കൂടുതലും കുറച്ചുകൂടെ കുട്ടികൾ കുറച്ചുകൂടെ ബോഡി കോൺഷ്യസ് ആണ്, അവർ കുറച്ചുകൂടെ ഹെൽത്ത് കോൺഷ്യസ് ആണ്, അവർ കുറച്ചുകൂടെ ബ്യൂട്ടി കോൺഷ്യസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു 10th സ്റ്റാൻഡേർഡ് വരുന്ന ആൺകുട്ടികൾ തൊട്ട്, ആൺകുട്ടികളും പെൺകുട്ടികളും ഒബേസ് ആയിട്ടുള്ള ഒരുപാട് പെൺകുട്ടികളും ഉണ്ട്. PCOD, PCOS, തൈറോയിഡ് അങ്ങനെയുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള കുട്ടികൾ തീർച്ചയായിട്ടും ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്യുമ്പോൾ അവർ വർക്ക്ഔട്ട് ചെയ്യാൻ പറയും. അപ്പൊ പെട്ടെന്ന് ഇവരുടെ മൈൻഡിലോട്ട് വരുന്നത് ഓക്കെ ജിമ്മിൽ പോവാം, അങ്ങനെ ഒരു കോൺസെപ്റ്റില് കുട്ടികൾ ജിമ്മിലേക്ക് വരും. എങ്കിലും ഏറെക്കുറെ ഒരു 13, 14 ആ ഒരു ഏജ് തൊട്ടിട്ടാണ് കുട്ടികൾ കൂടുതലും വരിക. ഞാൻ മോസ്റ്റ്ലി പ്രിഫർ ചെയ്യുന്നത് അഡൽട്സ് ആണ്. യങ്ങർ അഡൽട്സ് തൊട്ട് നമുക്ക് ജിമ്മ് ചൂസ് ചെയ്യാം. പക്ഷേ കുട്ടികൾക്ക് പറ്റില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുട്ടികൾക്ക് പറ്റും. അവരെ മെഷീൻസിലേക്ക് അധികം കൊണ്ടുവരാതിരുന്നാൽ മതി. ലൈക്ക് അവർക്ക് ഫ്ലോർ എക്സസൈസുകൾ കൊടുക്കാം, നമുക്ക് ചെറിയ ചെറിയ കാർഡിയോ വർക്ക്ഔട്ട്സുകൾ കൊടുക്കാം, ജമ്പിങ് ജാക്സ് പോലെയോ, അല്ലെങ്കിൽ ഇപ്പം യോഗയിൽ തന്നെ കാര്യം പറഞ്ഞു പ്ലാങ്ക്, അത് നമുക്ക് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാം. അവർക്ക് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി കാർഡിയോ വർക്ക്ഔട്ട് കപ്പാസിറ്റി ഉണ്ട്, കുറച്ചുകൂടെ സ്റ്റാമിന ഉണ്ട്, അവർ കുറച്ചുകൂടെ ആക്റ്റീവ് ആയിരിക്കും കാർഡിയോ വർക്ക്ഔട്ട്സിൽ. അപ്പൊ കുട്ടികൾക്ക് തീർച്ചയായിട്ടും നമുക്ക് കാർഡിയോയിൽ അവരെ ഇൻക്ലൂഡ് ചെയ്യാം. ഇതാണ് ജിമ്മിന്റെ ഒരു വേർഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് യോഗയിൽ വരുമ്പോൾ കുട്ടികൾക്ക് എങ്ങനെയാണ് യോഗ കുഞ്ഞു കുട്ടികൾക്കോട്ട് പറ്റുന്ന ഒരു കാര്യമാണോ? അതെ അതെ, യോഗ ആക്ച്വലി നമുക്ക് സർട്ടിഫൈഡ് ആവുമ്പോൾ തന്നെ നമുക്ക് ആക്ച്വലി ചിൽഡ്രനെയും പഠിപ്പിക്കാനുള്ള ഒരു ബേസിക് ഉണ്ട്. അപ്പൊ അവർക്ക് അത്രയും ആ ഒരു ഫോക്കസ്ഡ് ആയിട്ട് അവർക്ക് ഇരിക്കാൻ സാധിക്കും. അതെ, അതാണ് ഞാൻ പറയാം. അത് ബേസിക്കലി 2 ബാച്ച്, ആക്ച്വലി ടെക്സ്റ്റ് ബുക്ക് പറയുന്നത് 2 ബാച്ചായിട്ട് കുട്ടികളെ നോക്കണം എന്നാണ്. അതായത് 3 to 7 ഒരു ഏജ്, 7 to up അനദർ ഏജ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ 3 to 7 എന്താന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഞാൻ അധികം കാണുന്നില്ല അത്. മോസ്റ്റ്ലി ഞാൻ നോക്കുമ്പോൾ സ്കൂൾസിലൊക്കെ ഒരു നോർമൽ അഡൽട്സിനെ പഠിപ്പിക്കുന്ന പോലെ തന്നെയുള്ള ക്ലാസ് എടുക്കുന്നത്. അത് ശരിക്കും കുട്ടികളോട് ചെയ്യുന്ന ഒരു തെറ്റാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അതില് ആ പ്രായത്തിലുള്ള കുട്ടികൾ മോട്ടിവേറ്റഡ് ആവില്ല ചെയ്യാൻ. അവർക്ക് മൈൻഡ് ഫോക്കസ് കിട്ടാൻ സാധ്യത കുറവാണ്. അതെ, അപ്പൊ അതൊരു ടീച്ചർ പറയുന്നു ഞാൻ ചെയ്യുന്നു അതിന്റെ അപ്പുറത്തേക്ക്. പക്ഷെ ആക്ച്വലി കിഡ്സ് യോഗ എന്ന് പറയുന്നത് അത് നല്ല സ്കോപ്പുള്ള ഒരു സാധനമാണ്. കുട്ടികളെ കൊണ്ട് ഇഷ്ടപ്പെടിപ്പിക്കാൻ പറ്റും നമുക്ക്. കാരണം എന്താന്ന് വെച്ചാൽ അതില് കുറച്ച് ഗൈഡൻസ് എനിക്ക് പറയണമെന്നുണ്ട്. കാരണം മിക്കവാറും ടീച്ചേഴ്സിന് അത് അറിയില്ല, ഐ മീൻ ചെയ്യുന്നില്ല. ബട്ട് ഇറ്റ്സ് വെരി ഈസി ടു ഡു. ഇപ്പൊ താൻ പറഞ്ഞില്ലേ, അതായത് നമ്മളുടെ ജമ്പിങ് ജാക്സ് ചെയ്യിപ്പിക്കുക, കുറച്ചും കൂടെ അവരുടെ എനർജി. അതെ, അത് ആക്ച്വലി യോഗയിലും ഉണ്ട്.
സോ നമ്മൾ വാം അപ്പ് ചെയ്യിപ്പിക്കുന്ന സമയത്ത് അവരെ കൊണ്ട് നമുക്ക് കുറെ ജമ്പ്, അതായത് അവരുടെ എക്സസ് എനർജി കളിപ്പിച്ച് കളയണം എന്ന് പറയും തുടക്കത്തിൽ തന്നെ. അപ്പം വാമപ്പിന്റെ സമയത്ത് ഇതേപോലെ ഓടാ, ക്ലാസ്സിലൊക്കെ ഓടാൻ പറഞ്ഞാൽ എന്ത് സന്തോഷമാണ് കുട്ടികൾക്കെന്ന് അറിയാം. അതേപോലെ നമുക്ക് ഈ പറഞ്ഞ പോലെ ചില പോസസ്, ഫ്രോഗ് ജംപ്സ്, ചില പോസസിനെ തന്നെ മൂവ്മെന്റ് ആക്കി നമുക്ക് മാറ്റാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ബട്ടർഫ്ലൈ പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പാട്ട് പാടിയിട്ടൊക്കെ പഠിപ്പിച്ച പിള്ളേർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്. അതെ, അപ്പൊ കുട്ടികൾ ബട്ടർഫ്ലൈ അല്ലെങ്കിൽ റോ റോ റോയോ ബേർഡ് എന്നൊക്കെ പറഞ്ഞ് ചെയ്യുമ്പോൾ കൊച്ചുകുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് അതൊക്കെ ചെയ്യുമ്പോ. അതേപോലെ ചില പോസ്റ്റിൽ നമുക്ക് സ്പൈഡർമാൻ പോസ് ഒക്കെ കാട്ടാൻ പറ്റും. അതൊക്കെ ചെയ്യുമ്പോൾ എന്താ രസം എന്നറിയോ കുട്ടികൾക്ക്. അപ്പം ചെറിയ കുട്ടികൾക്ക് അങ്ങനെയൊക്കെ എടുത്ത് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ പറ്റും. ടീനേജേഴ്സിനാണെന്നുണ്ടെങ്കിൽ അവരുടെ റെലവെന്റ് ടോപ്പിക്സ്, അവർ പല ടോപ്പിക്സിലും ആക്ച്വലി സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരാണ്. ലൈക്ക് കാരണം അവർ ഹാഫ് അഡൾട്ടായി. സോ ദേ ആർ ടോൺ ബിറ്റ്വീൻ അഡൾട്ട് ലൈഫ് ആൻഡ് കുട്ടികളുടെ ലൈഫ്. അപ്പൊ അങ്ങനെയുള്ളപ്പം ഇപ്പൊ പിയർ പ്രഷർ ആവട്ടെ, റൈറ്റ്, റിലേഷൻഷിപ്പ് ആവട്ടെ, അങ്ങനത്തെ കാര്യങ്ങളിൽ ഒരു ടോക്ക് പോലെ നമുക്ക് ഒരു ഡിസ്കഷൻ, നമ്മളിപ്പം ഫ്രണ്ട്ലി ടോക്ക് പോലെ തുടക്കത്തിൽ ക്ലാസ്സിന്റെ മുമ്പ് അതിനെ ഒരു ഡിസ്കഷൻ ആക്കി, പിന്നെ ആ ഡിസ്കഷൻസ് നമുക്ക് സ്റ്റെൽതിലി എന്ന് അറിയില്ല, നമ്മൾ കുറച്ചൊരു നല്ല കളത്തരം കാട്ടി അതിലേക്ക് കൊണ്ടുവരാന്നുള്ള. സോ അവർക്ക് എന്താന്ന് വെച്ചാൽ, ഞാൻ കണ്ടിട്ടുള്ള എൻ്റെ അടുത്ത് വന്ന ടീനേജേഴ്സിന് അതൊരു അവരെ മനസ്സിലാക്കുന്ന ഒരു അഡൾട്ട് എന്നുള്ള ഒരു ലെവലിൽ നമ്മളെത്തും. അപ്പൊ അവര് കുറേം കൂടെ ഓപ്പൺ ആവും. അപ്പം ശരിക്കും ടീനേജേഴ്സിന് മെയിൻലി ആവശ്യം എനിക്ക് തോന്നുന്ന ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു മൈൻഡ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു യോഗ അതുണ്ട് എക്സാക്ട്ലി. നമുക്കിപ്പോ യോഗയുടെ ബെനിഫിറ്റ്സ് അറിയാം കുട്ടികൾക്ക് എത്ര നല്ലതാണ്. കോൺസെൻട്രേഷൻ, ഫോക്കസ്, ഇപ്പൊ അറ്റൻഷൻ ഡെഫിസിറ്റ് ഒക്കെ ഉള്ള കുട്ടികൾക്ക് ശരിക്കും നല്ല വ്യത്യാസം കാണും. അപ്പൊ അതിലേക്ക് പക്ഷെ നമ്മൾ സീരിയസ് ആയിട്ട് അവരെ അഡൽട്സിനെ എടുക്കുന്ന പോലെ കൊണ്ടുപോയാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. നേരെ മറിച്ച് അവർക്ക് ഇങ്ങനെ ഫുൾ ഇൻട്രസ്റ്റിംഗ് ആക്കി കൊടുത്താൽ അവർ കുറച്ചും കൂടെ അതിന് വേണ്ടി. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പോ ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്യുമ്പം തീർച്ചയായിട്ടും PCOD, തൈറോയിഡ് അങ്ങനെയുള്ള ഇഷ്യൂസിനൊക്കെ നല്ല വ്യത്യാസങ്ങൾ വരും. ഒരു പരിധിവരെയും നമുക്കതിനെ കൺട്രോൾ ചെയ്യാം, മെഡിക്കേഷൻ ഇല്ലാതെ, ടാബ്ലറ്റ്സ് ഒന്നും കഴിക്കാതെ തന്നെ വർക്ക്ഔട്ടിലൂടെ നമുക്കത് കൺട്രോൾ ചെയ്യാം. പിന്നെ ഉറപ്പായിട്ടും ഡയറ്റ് മസ്റ്റായിട്ട്, ഡയറ്റും അതിന്റെ കൂടെ തന്നെ വേണം. അപ്പോൾ ഒരു ബാലൻസ്ഡ് ഡയറ്റും വർക്ക്ഔട്ടും കൊണ്ട് നമുക്ക് ഈ പറയുന്ന ഇഷ്യൂസ്, സ്ട്രഗിൾസ് ഒക്കെ മാറും. യോഗയിലൂടെ അത് തൈറോയിഡ് അല്ലെങ്കിൽ PCOD അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു പരിധിവരെയും ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഉറപ്പായിട്ടും പറ്റും. അതായത് യോഗയുടെ വലിയൊരു സ്ട്രെങ്ത് പറയുന്നത് തന്നെ നമ്മളുടെ ഇന്നർ ബോഡി ഉണ്ടാവില്ലേ, അതായത് ഇന്റേണൽ ഓർഗൻസിന്റെ ചുറ്റുമുള്ള വിസറൽ ഫാറ്റ് പറയും. സോ അതിലൂടെ ആക്ച്വലി ഈ ഡയബറ്റീസും ഇങ്ങനത്തെ സംഗതികളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനത്തെ അത് കുറയ്ക്കും, നമ്മളുടെ ഉള്ളിൽ നിന്ന് നമ്മളെ ലീൻ ആക്കും. ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് നമ്മളുടെ ഹോർമോൺ ബാലൻസിന് ഹെൽപ്പ് ചെയ്യും. അതേപോലെ ഇപ്പം എല്ലിന്റെ ആയാലും മസിൽസിന്റെ ആയാലും ഇപ്പൊ സെർവൈക്കൽ സ്പോണ്ടിലൈസിസ്, ഡിസ്ക് ബൾജ്, അങ്ങനത്തെ പലതരം ഇഷ്യൂസിനും നല്ല റിലീഫ് കിട്ടും. അതായത് ക്രോണിക് പെയിൻ, എന്നും പെയിൻഫുൾ ആയി ജീവിക്കുന്ന ആൾക്കാർക്ക് അത് ഭയങ്കര റിലീഫാണ്. ഓക്കെ. ആൻഡ് ഇൻഫാക്ട് സത്യം പറയാന്ന് വെച്ചാൽ ഇപ്പൊ യോഗയിലെ സ്പെഷ്യലൈസേഷൻ അതെങ്ങനെയാണ് ഈ ക്രോണിക് പെയിൻ ഒക്കെ? മെഡിറ്റേഷൻ ത്രൂ ആണോ? എല്ലാം പവർ യോഗ വർക്ക് അങ്ങനത്തെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് അങ്ങനെ സഡൻലി പോകാൻ പാടില്ല പറയും. ഇൻസ്റ്റെഡ് അതായത് ഒരാളുടെ അമൃതം വേറൊരാളുടെ വിഷം എന്നുള്ള രീതിയിലാവാം. സോ അത് കാരണം അറിഞ്ഞും കണ്ടും ഏതാണോ ഒരു സർട്ടിഫൈഡ് യോഗ ഇൻസ്ട്രക്ടറിന്റെ അടുത്ത് പോയി എന്താണോ അവർക്ക് നല്ലത്, എന്താണോ മോശം അത് അവോയ്ഡ് ചെയ്ത്, എന്താണോ നല്ലത് അത് മാത്രം കൊടുത്ത് അങ്ങനെ മെല്ലെ മെല്ലെ. ആക്ച്വലി ഒരു ബ്രാഞ്ച് ഓഫ് യോഗ തന്നെ ഉണ്ട്, കോൾഡ് യോഗ തെറപ്പി. അതേപോലെ യോഗ ഫോർ ക്യാൻസർ ഉണ്ട്. ഇതൊക്കെ കോഴ്സസ് ആയിട്ടുണ്ട്. ബിക്കോസ് അതില് സ്പെഷ്യലൈസ്ഡ് ഇതിനു വേണ്ടി. യോഗ തെറപ്പി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഡോക്ടേഴ്സിന്റെ അടുത്ത് തോളോട് തോൾ നിൽക്കാം എന്നുള്ളതാണ്. അതായത് ഒരു 85ഓളം ഡിസീസസിന്റെ യോഗ എങ്ങനെ ഹെൽപ്പ് ചെയ്യും. ഇറ്റ് ഡസന്റ് മീൻ നമ്മൾ ഫുൾ മെഡിക്കേഷൻ ഒക്കെ നിർത്തി വലിയ വലിയ അസുഖങ്ങൾ, അങ്ങനെയല്ല. ബട്ട് യോഗ ഒരു സ്ട്രോങ് സപ്പോർട്ട് ആയിരിക്കും. മെന്റലി ഭയങ്കര സപ്പോർട്ട് തരും. അതെ, ഇപ്പൊ കാണാലോ പല അസുഖങ്ങളും ഹിപ്നോസിസ് വഴിയൊക്കെ മാറുന്നു എന്ന് പറയണു. അതായത് നമ്മളുടെ മനസ്സ് ഹീലിംഗിന് റെഡി ആവുമ്പോൾ മാറണമെന്ന് പറയും. സോ അതൊക്കെ യോഗയിലൂടെ ഓൾറെഡി നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഡയറ്റും വേണം എന്ന് പറഞ്ഞല്ലോ കുറച്ച് മുമ്പ്, ബാലൻസ് ഡയറ്റ് എന്നുള്ളത്. അപ്പൊ കറന്റ്ലി ഇപ്പം ഡയറ്റ് അക്കോർഡിംഗ് ടു ജിം എന്താണ് സജസ്റ്റ് ചെയ്യുന്ന ഫിറ്റ്നസ് ഇൻസ്ട്രക്ടർ? ജിമ്മില് ഡയറ്റ് പറയുമ്പോൾ ഓവറോൾ എല്ലാവരും കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. പെട്ടെന്ന് ജിമ്മിലേക്ക് വന്നു, നാളെ തൊട്ട് ഞാൻ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്യാണ്. സഡൻ ആയിട്ട് നമ്മുടെ മൈൻഡിൽ വരുന്ന എന്താ? ഷുഗർ കട്ട്, കാർബ് കട്ട്, ഇതെല്ലാമാണ് ആൾക്കാർ പറഞ്ഞു കേൾക്കുന്നത്. പക്ഷെ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സഡൻ ആയിട്ട് ഇതൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു കാര്യം, പ്രത്യേകിച്ച് ഇതൊക്കെ ഡെയിലി നല്ല രീതിയിൽ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, തീർച്ചയായിട്ടും
ആൾക്ക് ഇതിനോടുള്ള ക്രേവിങ് കൂടുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇന്ന് വിചാരിച്ചു നാളെ നമ്മൾ ഷുഗർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചിലപ്പോൾ ആ ആൾക്ക് മറ്റന്നാ ഇതിലും കൂടുതൽ ക്രേവിങ് ആയിരിക്കും. അപ്പോൾ ആൾ കൂടുതൽ കഴിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ എല്ലാം ഒരു മിതമായി കൺട്രോൾ ചെയ്ത് കൊണ്ടുവരിക എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. മോസ്റ്റ്ലി അങ്ങനെയാണ് എല്ലാവരും പ്രിഫർ ചെയ്യുക. അപ്പോൾ പല ഡയറ്റ് പ്ലാനാണ്. ഇപ്പോൾ വെയിറ്റ് ലോസിനൊരു രീതിയായിരിക്കാം, വെയിറ്റ് ഗെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു രീതിയായിരിക്കാം, ബോഡി ബിൽഡിങ്ങിന് വേറൊരു രീതിയായിരിക്കാം. അപ്പോൾ ഇതിനെല്ലാം ജിം ഒരു സ്പേസ് ആണ്. അവിടെ വന്നിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. വെയിറ്റ് ലോസിനാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ കാർബ് കൺട്രോൾ ചെയ്യുക. കാർബ് കൺട്രോൾ ചെയ്യുക എന്ന് പറയുമ്പോൾ ആദ്യമേ പോയി ചോറ് അങ്ങ് നിർത്തും ആൾക്കാർ. ചോറ് നിർത്തിയിട്ട് 5-6 ചപ്പാത്തി കഴിച്ചാൽ ഈ ചോറ് കഴിക്കുന്നതിനെക്കാട്ടിലും പ്രശ്നമാണ് ഇത്രയും ചപ്പാത്തി കഴിക്കുക എന്ന് പറയുന്നത്. ചിലർക്ക് വീറ്റ് കംപ്ലീറ്റ്ലി പറ്റണം എന്നില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കാര്യമില്ല. എല്ലാം മിതമായി കഴിക്കുക, കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കാർബ് കൺട്രോൾ ചെയ്യുക, ഷുഗർ കൺട്രോൾ ചെയ്യുക. വൈറ്റ് ഷുഗർ കഴിക്കാൻ ഫീൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് ബ്രൗൺ ഷുഗർ കൊണ്ട് താൽക്കാലികമായിട്ടൊന്ന് കൺട്രോൾ ചെയ്ത് അങ്ങനെ കഴിക്കാം. പിന്നെ ചോക്ലേറ്റ് കഴിക്കാൻ തോന്നുമ്പോൾ നമുക്ക് അതിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് ഒരു ഫുൾ ബാർ ചോക്ലേറ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് അതൊരു ചെറിയ ബാർ എടുത്ത് അതിനെ ഒന്ന് സപ്രസ് ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ ഫ്രൂട്ട്സ് വെച്ച് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ അവിടെ വെയിറ്റ് ലോസ് നടക്കും. ഇനി അതല്ല വെയിറ്റ് ഗെയിൻ കൂടാതെ പ്രോട്ടീൻ ഉറപ്പായിട്ടും എടുക്കണം കേട്ടോ. നമ്മളിതെല്ലാം കൺട്രോൾ ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം. അതേപോലെ തന്നെ വെയിറ്റ് ഗെയിനിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചോറ് കൂടുതൽ കഴിച്ചെന്ന് കരുതി വണ്ണം വെക്കുക എന്നുള്ളതല്ല. അതും ഒരു മിത്താണ്. നമ്മൾ ചോറ് കൂടുതൽ കഴിച്ചാൽ വണ്ണം വെക്കുന്നു. ചിലർക്ക് അങ്ങനെ ഉണ്ട്. പക്ഷെ വെയിറ്റ് ഗെയിന് വേണ്ടി ഫോക്കസ് ചെയ്യുന്ന ഒരാൾക്ക് ചോറ് കൂടുതൽ കഴിച്ചു എന്ന് കരുതി അങ്ങനെ സംഭവിക്കില്ല. അപ്പൊ അവർക്ക് കഴിക്കാൻ പറ്റുന്നത് നട്ട്സ് കഴിക്കാം, അവിടെ പ്രോട്ടീൻ കൂടുതലായിട്ടുള്ള ഫുഡ് കഴിക്കാം. പിന്നെ ഇതിനെല്ലാം നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. ഏറ്റവും ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഷുഗർ കൺട്രോൾ ചെയ്യുക, കാർബ് കൺട്രോൾ ചെയ്യുക, ഓയിലി ഫുഡ് കൺട്രോൾ ചെയ്യുക, ജങ്ക് ഫുഡ് കൺട്രോൾ ചെയ്യുക. നമ്മളെല്ലാം ഒരു മിതമായി കഴിച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു മെയിൻ ഫാക്ട് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ജിമ്മിലേക്ക് വരുമ്പോൾ നമ്മുടെ ഒരു ഡയറ്റ് പറഞ്ഞു കൊടുക്കുന്നത്. അതെ, പാറ്റേൺ ഇങ്ങനെയാണ്. ഇപ്പൊ യോഗയിൽ വരുമ്പോൾ എങ്ങനെയാണ് ഒരു ഡയറ്റ് സജസ്റ്റ് ചെയ്യുക നിങ്ങളിപ്പോ? യോഗയിൽ വരുമ്പോൾ ആക്ച്വലി നമുക്ക് ക്ലിയർ ആയിട്ടുള്ള സജഷൻസ് ഉണ്ട്. ബട്ട് അത് ഏൻഷ്യൻ ടെക്സ്റ്റ്സ് ആയ കാരണം ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല അധികം. ബിക്കോസ് ഇപ്പം മോഡേൺ സയൻസിന്റെ പറയുകയാണെന്ന് വെച്ചാൽ ഇപ്പൊ കുറച്ചു കാലം മുമ്പ് പറഞ്ഞു നമ്മളോട് ഒരു ഫാക്ട് ആണെന്നുണ്ടെങ്കിൽ പിന്നീട് അത് മാറും, നമുക്ക് ആ കൺഫ്യൂഷൻ ആവും. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പൊ വെളിച്ചെണ്ണ, അന്ന് ഒരു കാലം ഉണ്ടായിരുന്നു പറഞ്ഞത് വെളിച്ചെണ്ണയൊക്കെ ഭയങ്കര മോശമാണ്, ഏറ്റവും മോശം ഫാറ്റ് ആണെന്നൊക്കെ പറഞ്ഞു. നമ്മൾ അന്നേരം നമ്മൾ മലയാളികളായാലും കുറെ പേര് മാറ്റി പിടിച്ച ഒരു സമയം ഉണ്ടായിരുന്നു. നേരെ മറിച്ച് ഇന്ന് പറയുന്നത് ഭയങ്കര നല്ല സാധനമാണ്, എല്ലാവരും കഴിക്കണം എന്നുള്ളത്. അല്ല, കഴിക്കണം, ഈവൻ സ്കിൻ കെയർ, ഹെയർ കെയറിനൊക്കെ നല്ലതാണ്. ഇന്ന് വെറും വയറ്റില് വെർജിൻ കോക്കനട്ട് ഓയിൽ കഴിക്കുന്ന നല്ലതാണ്. അതേപോലെ ഓയിൽ പുള്ളിങ് പറഞ്ഞിട്ട് ഡെന്റൽ ഹെൽത്തിന് നല്ലതാണ്. അതെ, അത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു സ്പൂൺ ഓയില്. പക്ഷെ അതില് മറ്റേ മെറ്റൽ ഫില്ലിംഗ് ഉണ്ട് നമ്മുടെ വയലെന്നുണ്ടെങ്കിൽ അത് കൊണ്ടുപോകും കേട്ടോ. അതാണ്. അപ്പൊ നമ്മൾ മൊത്തത്തിൽ പഠിച്ചിട്ട് വേണം ഇതെല്ലാം ചെയ്യാൻ. അപ്പം യോഗയില് ബേസിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞില്ലേ നമ്മളുടെ മോട്ടീവ് എന്താണോ, ഇപ്പൊ വെയിറ്റ് ലോസ് ആണോ വെയിറ്റ് ഗെയിൻ ആണോ അതിനനുസരിച്ച് കഴിക്കാന്നുള്ളത്. പക്ഷെ യോഗയിൽ എന്തും നമ്മളുടെ ആ ഒരു മെന്റൽ ടെമ്പറമെന്റ് ആണ് മുഖ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ യോഗയുടെ ഡെഫിനേഷൻ തന്നെ പറയുമ്പോൾ എന്താ വെച്ചാൽ യോഗ ചിത്തവൃത്തി നിരോധ എന്ന, അതായത് നമ്മളുടെ മനസ്സിന്റെ ചാഞ്ചാട്ടങ്ങള് ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ് അത് പറയുന്നത്. സോ അതിന് വേണ്ടിയിട്ടാണ് എന്താണോ നിങ്ങളുടെ മോട്ടീവ്, അതായത് നിങ്ങളുടെ മൈൻഡിന്റെ മൂഡ് എങ്ങനെയാണോ നിങ്ങൾക്ക് വേണ്ടേ അതിനനുസരിച്ച് ആണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത് എന്നുള്ളതാണ് അതില്. അപ്പം ടോപ്പിക്കിൽ നമ്മൾ ഡീപ്പായിട്ട് പോവാന്ന് വെച്ചാൽ ഒരുപാട് നമുക്കത് വേറെ വീഡിയോയിൽ വേണമെങ്കിൽ എപ്പോഴെങ്കിലും ഡിസ്കസ് ചെയ്യാം. സോ ബേസിക്കലി ഇപ്പൊ നിങ്ങളുടെ യോഗയാണ് ഗോൾ എന്നുണ്ടെന്നുണ്ടെങ്കിൽ മെയിൻലി നമ്മളുടെ ആയുർവേദിക് ഡയറ്റ് തന്നെയാണ് ഓൾമോസ്റ്റ് സിമിലർ ആണ്. അതിൽ റെസ്ട്രിക്ഷൻസ് അധികം ഇല്ല. ആക്ച്വലി ഡയറി അലൗഡ് ആണ്. തീരപ്രദേശങ്ങളിൽ ഫിഷ് വരെ വെജിറ്റബിൾ ആണെന്ന് പറയും, വെജിറ്റബിൾ ഓഫ് ദി ഓഷ്യൻ ആണെന്ന് പറയും. ഓക്കെ. പിന്നെ ഈ പറഞ്ഞ പോലെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, നട്ട്സ് എല്ലാം ലൈക്ക് റെസ്ട്രിക്ഷൻ അധികമില്ല. ഓൺലി തിങ് ഇസ് നേരത്തെ ഈ ജിമ്മിൽ പറയുന്ന പോലെ തന്നെ മോഡറേഷൻ. അതെ, അമിതമായാൽ അമൃതം വിഷം എന്ന് പറയുന്നത് പോലെ നമ്മൾ എല്ലാത്തിനും ഒരു കൺട്രോൾ കൊണ്ടുവരാന്നുള്ളത്. പിന്നെ ബേസിക്കലി എന്താന്ന് വെച്ചാൽ കുക്കിംഗ് രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു
ഒരുപാട് എണ്ണ, ഒരുപാട് ഉപ്പ്, ഒരുപാട് എരിവ് ഒന്നും അല്ലാതെ, അതായത് അത് ഞാൻ അല്ലാതെ കേട്ടിട്ടുണ്ട്. എരിവ് ഒക്കെ അതെ, വളരെ മിതമായി മിതമായിട്ട് ഉപയോഗിക്കണം. മാത്രം. അവിടുത്തെ സ്പൈസസ് ഒക്കെ മിതമായിട്ട്, അതായത് മുളക് പൊടി എന്ന് പറയുന്ന ഹീറ്റ് കൂട്ടുന്നതാണ്, അതിന് പകരം പച്ചമുളകോ കുരുമുളകോ ആണ് നല്ലത്. അതുപോലെ കുക്കിങ്ങിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ എന്നുള്ളതേ ഉള്ളൂ. ആൻഡ് ആസ് ഫാർ ആസ് എനിക്ക് തോന്നുന്നു, നമ്മളുടെ ഒരു ഡയറ്റ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളുടെ ഹോംലി ഫുഡ് തന്നെ ബെറ്റർ ഏറെക്കുറെ ആണ്. സെയിം തന്നെ ഫോളോ ചെയ്യേ വേണ്ടു, Okay. മോഡറേഷൻ ഫോളോ ചെയ്യാന്നുള്ളത്. Okay.